ബ്രോക്കറേജായ ജിയോജിത്ത് ബൈ ശുപാർശ നൽകുന്ന ഒരു ഓഹരിയെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. 500 രൂപയിൽ താഴെയുള്ള മിഡ് ക്യാപ് കമ്പനി. എന്തുകൊണ്ടാണ് ബൈ ശുപാർശ നൽകുന്നത് എന്നും ഈ ഓഹരിയുടെ വിപണിയിലെ പാസ്റ്റ് ട്രെൻഡുമാണ് പറയുന്നത്. ആദ്യമേ പറയട്ടെ, വിവിധ അനലിസ്റ്റുകൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഓഹരികളിലെ സാധ്യതകളെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത്. അനലിസ്റ്റുകൾ ബൈ ഓർ സെൽ എന്ന അനുമാനത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് എന്നത് മാത്രമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഇതിനെ ഒരു പഠനാവശ്യമായി മാത്രമാണ് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ഒരു നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായും ഇത്തരം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, മാർക്കറ്റോ സ്റ്റോക്കുകളോ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്ത പോലെയല്ല മൂവ് ചെയ്യുക. സാഹചര്യങ്ങൾ മാറാം. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനി ആണെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നെഗറ്റീവ് റിപ്പോർട്ടുകൾ വന്നാൽ അത് സ്റ്റോക്കിലും ഇമ്പാക്റ്റ് ചെയ്യും. നിലവിലെ കറണ്ട് സെനാറിയോ വെച്ച് ആ ഓഹരിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് വിലയിരുത്താൻ മാത്രമേ അനലിസ്റ്റുകൾക്ക് സാധിക്കുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. പണപ്പെരുപ്പവും ഉപഭോക്തൃ ഉപഭോഗവുമൊക്കെ ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് FMCG, നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ള ബൃഹത്തായ മേഖല. ഇതിൽ തന്നെ പലവിധം കാറ്റഗറികളുണ്ട്. അതിനാൽ തന്നെ ഈ മേഖലയിൽ മത്സരവും കൂടുതലാണ്. ITC, ബ്രിട്ടാനിയ, നെസ്ലെ അങ്ങനെ പോകുന്നു കമ്പനികൾ. എന്നാൽ അക്കൂട്ടത്തിൽ ലീഡിംഗ് കമ്പനികളോടൊപ്പം നിൽക്കുന്ന ഒരുപക്ഷെ നിക്ഷേപകർക്കിടയിൽ സുപരിചിതമായ കേരള കമ്പനിയാണ് ജ്യോതി ലാബ്സ്. 1983 തൃശൂർ ആസ്ഥാനമായി MP രാമചന്ദ്രൻ ആരംഭിച്ച കമ്പനി. ഫാബ്രിക് കെയർ, പേഴ്സണൽ കെയർ, ഹൗസ് ഹോൾഡ് ഇൻസെക്ടിസൈഡ്സ് എന്നിവയിലൊക്കെയാണ് കമ്പനി പ്രധാനമായും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഡിസംബർ പാദത്തിൽ കമ്പനിയുടെ വരുമാനം 4% ഉയർന്നതായി കാണാം. പക്ഷേ അവരുടെ സെയിൽസ് വോളിയം 8% ഉയർന്നിട്ടുണ്ട്. എത്ര യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാണ് സെയിൽസ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് വോളിയത്തിനനുസരിച്ച് വരുമാനം കമ്പനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 കാരണങ്ങളാണ് പ്രധാനമായും ഇതിനുള്ളത്. 1, മറ്റ് കമ്പനികളിൽ നിന്നുള്ള മത്സരം കൂടി. 2, മത്സരം കൂടിയതിനാൽ പ്രൈസിംഗ് പ്രഷർ ഫേസ് ചെയ്യേണ്ടി വന്നു. പ്രൈസിംഗ് പ്രഷർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് കമ്പനി ഉൽപ്പന്നങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി പെർ പാക്കറ്റ് വെച്ച് കൂട്ടി. പക്ഷെ അതിനനുസരിച്ച് വില ഉയർത്തിയില്ല. ഡിസ്കൗണ്ട്, ഓഫർ എന്നിവയും പ്രൊമോഷന് വേണ്ടി കൂടുതൽ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിന്റെ വാല്യൂ കുറയും. അതായത് വാല്യൂ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഓരോ സെഗ്മെന്റിലുമുള്ള വളർച്ച നോക്കാം. ഫാബ്രിക് കെയർ വിഭാഗത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 9% വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ഡിറ്റർജന്റ്, ഫാബ്രിക് വൈറ്റ്നർ പോലുള്ളവയുടെയൊക്കെ ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. ഡിഷ് വാഷ് സെഗ്മെന്റിൽ 3.6% വാർഷികാടിസ്ഥാന വളർച്ചയാണ് ഉള്ളത്. ഫാബ്രിക് കെയറിനെ വെച്ച് നോക്കുമ്പോൾ അത്ര മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പേഴ്സണൽ കെയർ ആണ് അടുത്ത സെഗ്മെന്റ്. ഇവിടെ 3.6% കുറവാണ് വാർഷികാടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് സോപ്പ്, ഷാംപൂ പോലുള്ള പേഴ്സണൽ ഹൈജീൻ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കുറഞ്ഞു എന്നർത്ഥം. അടുത്തത് എബിഡ നോക്കാം. കമ്പനിയുടെ കോർ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ് എബിഡ. ഇവിടെ ടാക്സ്, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ പോലുള്ള എക്സ്പെൻസുകൾക്ക് മുൻപ് ലഭിച്ച പ്രോഫിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പാരാമീറ്റർ കമ്പനിയുടെ ലാഭക്ഷമത, എഫിഷ്യൻസി എന്നിവ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഉയർന്ന എബിഡ ഉണ്ട് എന്നാൽ കമ്പനിയുടെ ഓപ്പറേഷണൽ പെർഫോമൻസ് ശക്തമായി തുടരുന്നുണ്ട് എന്നാണ് അർത്ഥം. കമ്പനിയുടെ എബിഡ 2% ഇയർ ഓൺ ഇയർ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുകയും വോളിയം കൂട്ടുകയും ചെയ്തപ്പോൾ പ്രവർത്തന ചെലവ് കൂടി. റിസൾട്ട് അത്ര നല്ലതല്ലാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ജിയോജിത്ത് ബൈ ശുപാർശ നൽകുന്നത്? FMCG ഇൻഡസ്ട്രി മൊത്തമായി നോക്കിയാൽ പണപ്പെരുപ്പ സമ്മർദ്ദം കമ്പനികളെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രൈസിംഗ് പ്രഷർ കമ്പനി മാത്രം നേരിടുന്ന പ്രശ്നമല്ല. മാത്രമല്ല, ഇപ്പോൾ പണപ്പെരുപ്പം കുറഞ്ഞു വരുന്നതായി കാണാം. അതുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് ഉയർന്നു വരുന്നുണ്ട്. ബജറ്റിൽ ടാക്സ് റിലീഫ് പ്രഖ്യാപിച്ചതും ഭക്ഷ്യപ്പണപ്പെരുപ്പം കുറഞ്ഞതും സർക്കാർ താങ്ങുവില ഉയർത്തിയതുമൊക്കെ ഉപഭോഗം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. 3ാം പാദ ഫലങ്ങൾ കൂടി കണക്കിലെടുത്ത് കമ്പനി ഇപ്പോൾ ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വൈറ്റ് ലിക്വിഡ് ഡിറ്റർജന്റ് പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചതിന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. കൂടാതെ വരും വർഷങ്ങളിലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചേക്കും. മറ്റൊരു കാര്യം ബ്രോക്കറേജ് സൂചിപ്പിക്കുന്നത് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉയർത്തി എന്നതാണ്. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നേരിട്ട് കമ്പനി വിതരണം ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു. 2021 സാമ്പത്തിക വർഷത്തിൽ 86,000 ഔട്ട്ലെറ്റുകൾക്ക് വിതരണം ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ 12 ലക്ഷം ഔട്ട്ലെറ്റുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. മറ്റൊരു കാര്യം വിതരണത്തിനായി തിരഞ്ഞെടുക്കുന്ന മാർക്കറ്റാണ്. ലാഭക്ഷമത ഉറപ്പുവരുത്തുന്ന വിപണികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട്.
കൂടാതെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടാതെ ഡിമാൻഡ് കൂടുതലുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രം വിലക്കയറ്റം നടപ്പിലാക്കും. ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതും പരമാവധി മാനേജ് ചെയ്യും. ഇതിനൊക്കെ പുറമെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ശക്തമായി തുടരുന്നുണ്ട് എന്നും മികച്ച ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നും ജിയോജിത്തിലെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നത്. ഇനി ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം. 2024 സെപ്റ്റംബറിൽ ഓഹരി 595.85 രൂപയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലയളവിൽ ഓഹരി 36% ഇടിഞ്ഞതായി കാണാം. മൂന്നാം പാദത്തിൽ FII, മ്യൂച്വൽ ഫണ്ട് എന്നിവർ കമ്പനിയിൽ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട്. മാർച്ച് 4-നാണ് ഓഹരി 52 ആഴ്ചയിലെ താഴ്ന്ന നിലയായ 310.2 എത്തുന്നത്. നിലവിൽ ഓഹരി 50-day, 200-day മൂവിംഗ് ആവറേജിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. 310 രൂപ തന്നെയാണ് സപ്പോർട്ടായി കണക്കാക്കുന്നത്. അടുത്ത 12 മാസ കാലയളവിലേക്കുള്ള ടാർഗറ്റ് വിലയാണ് ബ്രോക്കറേജ് നൽകുന്നത്. ഓഹരി 395 രൂപയിലേക്ക് ഉയർന്നേക്കാമെന്നാണ് അനുമാനം.